അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 5 ബുധനാഴ്ച. ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് അടക്കം 636.88 കോടി രൂപ NHM വിഹിതം കുടിശ്ശികയെന്ന് കേരളം. കുടിശ്ശിക ഇനത്തിൽ കേന്ദ്രം തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും നടപടിക്രമങ്ങൾ പാലിച്ചിട്ടും കേന്ദ്രം ഫണ്ട് അനുവദിച്ചില്ലെന്നും സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ചാണ് കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും കേരളം കുറ്റപ്പെടുത്തി. ബ്രാൻഡിംഗ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കാത്തതിനാൽ 2023-24 സാമ്പത്തിക വർഷത്തിലെ വിഹിതം നൽകാനാകില്ലെന്ന് വ്യക്തമാക്കി നാഷണൽ ഹെൽത്ത് മിഷൻ ജോയിന്റ് സെക്രട്ടറി കേരളത്തിനയച്ച കത്തും ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൌൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ടൌൺഷിപ്പിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ 15 ദിവസത്തിനകം പൂർത്തിയാകും. ദുരന്തബാധിതരിൽ വീട് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിന് മാർച്ച് 10, 11, 12 തീയതികളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഹിയറിംഗ് സംഘടിപ്പിക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ സമരത്തിൽ കൂടുതൽ ഇടപെടലുകളുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കണ്ട് സമരത്തെക്കുറിച്ച് സുരേഷ് ഗോപി വിശദീകരിച്ചു. ആശാവർക്കർമാർക്ക് വേതനം നൽകുന്നതിൽ സംസ്ഥാനത്തിന് വീഴ്ച പറ്റിയെന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയെ അറിയിച്ചു. പ്രശ്നത്തിൽ ഇടപെടാമെന്ന് നദ്ദ സുരേഷ് ഗോപിയെ അറിയിച്ചു. ദില്ലിയിൽ ആരോഗ്യ മന്ത്രാലയത്തിൽ ആയിരുന്നു കൂടിക്കാഴ്ച. റാഗിംഗ് കേസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാനുള്ള ഹൈക്കോടതി തീരുമാനം അങ്ങേയറ്റം സ്വാഗതാർഹമാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. കഴിഞ്ഞ വർഷം പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഉത്തരവാദികളായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം അനുവദിച്ച സിംഗിൾ ബെഞ്ച് വിധിയിൽ അതിശക്തമായ അമർഷം രേഖപ്പെടുത്തിയ തന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെ വികാരം ഹൈക്കോടതി കണക്കിലെടുത്തതായി കരുതുന്നുവെന്നും അതിന്റെ കൂടി ഫലമാണ് ഈ തീരുമാനമെന്ന് കരുതുന്നതായും അദ്ദേഹം പറഞ്ഞു. ഭിന്നശേഷി സംവരണത്തിനായി തസ്തികകൾ മാറ്റിവെച്ച സാഹചര്യത്തിൽ NSSന് കീഴിലുള്ള സ്കൂളുകളിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാൻ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചിന്റെയാണ് നിർദ്ദേശം. NSSന് കീഴിലുള്ള സ്കൂളുകളിൽ ഭിന്നശേഷിക്കാർക്കായി 60 സീറ്റുകൾ മാറ്റിവെച്ചതായി മാനേജ്മെന്റ് കോടതിയെ അറിയിച്ചിരുന്നു. ഇത് കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്ത് മൂന്നാമതും കോൺഗ്രസിന് തിരിച്ചടിയുണ്ടാകുമെന്ന് സുനിൽ കനകോലുവിന്റെ സർവേ റിപ്പോർട്ടുണ്ടെന്ന വാർത്ത പ്രസിദ്ധീകരിച്ച ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് കോൺഗ്രസ് വക്കീൽ നോട്ടീസ് അയച്ചു. AICC സർവേ എന്ന പേരിൽ നൽകിയ വാർത്ത പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പേരിലയച്ച നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. SDPIയും PFIയും ഒന്നുതന്നെയെന്ന് SDPIയുടെ സാമ്പത്തിക ഇടപാട് നിയന്ത്രിച്ചത് PFI ആണെന്നും SDPIക്കായി തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് പോപ്പുലർ ഫണ്ടാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SDPI സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് PFI ആണെന്നും SDPIക്ക് 4 കോടിയോളം രൂപ PFI നൽകിയതിന് തെളിവ് ലഭിച്ചുവെന്നും ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. ഉത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി വൈദ്യുത ദീപാലങ്കാരം നടത്തുമ്പോൾ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് KSEB. ഉത്സവത്തിന്റെ ഭാഗമായി കമാനങ്ങൾ നിർമ്മിക്കുമ്പോഴും നിശ്ചിത ഉയരത്തിൽ കൂടുതലുള്ള കെട്ടുകാഴ്ചകൾ തയ്യാറാക്കുമ്പോഴും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഗുണമേന്മ കുറഞ്ഞ പ്ലാസ്റ്റിക് ഇൻസുലേറ്റഡ് വയറുകൾ പൂർണ്ണമായും ഒഴിവാക്കി ഗുണനിലവാരമുള്ള വയറുകളും അനുബന്ധ ഉപകരണങ്ങളും മാത്രം ഉപയോഗിക്കേണ്ടതാണെന്നും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അംഗീകാരമുള്ള കോൺട്രാക്ടറെ മാത്രമേ ദീപാലങ്കാര പ്രവർത്തികൾക്ക് ചുമതലപ്പെടുത്താവൂവെന്നും KSEB അറിയിച്ചു. KSRTCയിലെ ശമ്പള പ്രതിസന്ധി തീരുന്നു. ഇനി മുതൽ എല്ലാ മാസവും 1-ാം തീയതി തന്നെ ശമ്പളം നൽകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു.
സർക്കാർ സഹായത്തോടെ തന്നെയാണ് ശമ്പളം നൽകുക. മാസം തോറും 50 കോടി രൂപ സർക്കാർ തുടർന്നും നൽകും. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് ഈ നേട്ടം കൈവരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. കോൺഗ്രസിൽ എല്ലാവരും ഒരുമിച്ച് പോകാനാണ് തീരുമാനമെന്നും എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും രമേശ് ചെന്നിത്തല. ഹൈക്കമാൻഡ് ഒരു കാര്യത്തിലും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടില്ല. താനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒറ്റക്കെട്ടാണ്. ശശി തരൂരിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രത്യേകിച്ചൊരു നിർദ്ദേശവും ഹൈക്കമാൻഡ് നൽകിയിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഇൻസ്ട്രുമെന്റ് ബോക്സും പുസ്തകവും കളഞ്ഞുപോയതിനെ തുടർന്ന് മകന്റെ കൈ തല്ലിയൊടിച്ച് അച്ഛൻ. കൊച്ചി കളമശ്ശേരിയിലാണ് ക്രൂരമായ സംഭവം നടന്നത്. 2 ദിവസം മുമ്പാണ് കുട്ടിയെ മർദ്ദിച്ചത്. കുട്ടിയുടെ കൈത്തണ്ടയ്ക്ക് പൊട്ടലുണ്ട്. അച്ഛൻ ശിവകുമാറിനെ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. 8 ദിവസങ്ങൾക്ക് ശേഷമാണ് അഫാനെ ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നത്. മെഡിക്കൽ ബോർഡിന്റെ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് അഫാനെ ജയിലിലേക്ക് മാറ്റിയത്. അഫാനെ മാനസിക പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയിരുന്നു. പൂർണ്ണ ബോധ്യത്തോടെയാണ് ഇയാൾ കൂട്ടക്കൊല ചെയ്തതെന്നാണ് മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ. ആശാവർക്കർമാരുടെ സമരത്തെ പരിഹസിച്ച നേതാക്കളെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സമരം ചെയ്യുന്ന ഒരാളെയും പരിഹസിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്ന നിലപാട് CPMന്റേതല്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. തൊഴിലാളി വർഗ പോരാട്ടങ്ങളും സമരങ്ങളും ഏറ്റക്കുറച്ചിലുകളോടുകൂടി ലോകത്ത് എമ്പാടും നടക്കുന്ന വർഗസമരത്തിന്റെ ഭാഗമായാണ് കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2024-25 സാമ്പത്തിക വർഷത്തിലെ 11 മാസം പിന്നിടുമ്പോൾ വരുമാനം 5000 കോടി കടന്ന് രജിസ്ട്രേഷൻ വകുപ്പ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരുമാനം 5219.34 കോടി രൂപ മറികടന്ന് വരുമാനം 5500 കോടി രൂപയിൽ കവിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ ശ്രീധന്യ സുരേഷ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രശസ്തമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരാഘോഷത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച് പാലക്കാട് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു. പൂരാഘോഷവുമായി ബന്ധപ്പെട്ട് വെടിക്കെട്ട് നടത്താൻ അനുമതി തേടി സമർപ്പിച്ച അപേക്ഷയിലാണ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് K മണികണ്ഠൻ അനുമതി നിഷേധിച്ചത്. രാഷ്ട്രീയ വിഷയങ്ങളെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം മാധ്യമപ്രവർത്തകർക്ക് നേരെ കുതിര കയറാനും അപകീർത്തിപ്പെടുത്താനുമുള്ള നീക്കം അങ്ങേയറ്റം അപലപനീയമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ. കേരളത്തിലെ മാധ്യമപ്രവർത്തകരെല്ലാം അമേരിക്കൻ ഫണ്ട് കൈപ്പറ്റുന്നവർ ആണെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പ്രസ്താവന അപവാദ രാഷ്ട്രീയത്തിന്റെ പുതിയ ഉദാഹരണമാണ്. മാധ്യമപ്രവർത്തകരെ സൈബർ ലോകത്ത് കൊലക്കി കൊടുക്കാനുള്ള ശ്രമം ജനാധിപത്യ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KP റജിയും ജനറൽ സെക്രട്ടറി സുരേഷ് ഇടപ്പാളും പറഞ്ഞു. ബോഡി ബിൽഡിംഗ് താരങ്ങളെ പോലീസിൽ നിയമിക്കാനുള്ള സർക്കാർ തീരുമാനത്തിന് തിരിച്ചടി. ശരീര സൗന്ദര്യ മത്സര വിജയികൾക്ക് പോലീസ് ഇൻസ്പെക്ടറായി നിയമനം നൽകാനുള്ള മന്ത്രിസഭാ യോഗ തീരുമാനം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. ഷിനു ചൊവ്വ, ചിത്രേഷ് നടേശൻ എന്നിവർക്ക് ഇൻസ്പെക്ടർ റാങ്കിൽ നിയമനം നൽകാനുള്ള തീരുമാനം വിവാദമായിരുന്നു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. രാജ്യത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് സംഘത്തെ പിടികൂടി മുംബൈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. സംഘത്തിലെ 6 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് NDTV റിപ്പോർട്ട്. വിദ്യാസമ്പന്നരായ ആളുകൾ പ്രധാനികളായ മയക്കുമരുന്ന് സംഘത്തിലെ വിദേശ ബന്ധമാണ് ഞെട്ടിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളം 1128 കോടി രൂപയുടെ മയക്കുമരുന്ന് വിറ്റഴിച്ച സംഘമാണ് കുടുങ്ങിയതെന്ന് അധികൃതർ അറിയിച്ചു. മഹാകുംഭമേളയിൽ ഉപയോഗിച്ച ലോകോത്തര മെഡിക്കൽ സൗകര്യങ്ങൾ ഇനി സംസ്ഥാനത്തുടനീളമുള്ള രോഗികളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ UP. പ്രയാഗ്രാജിലെ സെൻട്രൽ ഹോസ്പിറ്റലിൽ ഉപയോഗിച്ച അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ UPയിലെ വിവിധ ജില്ലകളിലെ ആശുപത്രികളിലേക്ക് കൈമാറും. ഇതിനായി ജില്ലകളിലെ CMO അപേക്ഷിക്കണം. അതിനുശേഷം മെഷീനുകൾ കൈമാറാനാണ് തീരുമാനം. BJPയുടെ അടുത്ത ദേശീയ അധ്യക്ഷനെ ഹോളിക്ക് ശേഷം പ്രഖ്യാപിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. RSSന്റെ അഖിലേന്ത്യാ ഭാരതീയ പ്രതിനിധി സഭ തുടരുന്ന മാർച്ച് 21 മുമ്പ് പ്രഖ്യാപനം ഉണ്ടായേക്കും. മാർച്ച് 14 ഹോളി. മാർച്ച് 21 മുതൽ 23 വരെ ബാംഗ്ലൂരുവിലാണ് RSSന്റെ ഉന്നതതല യോഗം. ടിബറ്റിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ടിബറ്റിലുണ്ടായത്. 5 കിലോമീറ്റർ ദൂരത്തിൽ ഭൂചലനത്തിന്റെ ആഘാതമുണ്ടായി.
ശക്തമായ ഭൂചലനമായിരുന്നെങ്കിലും ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഗസ്റ്റ വെസ്റ്റർലാൻഡ് ഹെലികോപ്റ്റർ അഴിമതി കേസിലെ പ്രതി ക്രിസ്റ്റ്യൻ മിഷേലിന് ED കേസിലും ജാമ്യം. ദില്ലി ഹൈക്കോടതിയാണ് മിഷേലിന് ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയാണ് ജാമ്യം അനുവദിച്ചത്. നേരത്തെ അഴിമതിയിലെ CBI കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അറസ്റ്റിലായി 7 വർഷം കഴിഞ്ഞിട്ടും വിചാരണ നീളുന്നത് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ജാമ്യം നൽകിയത്. പാകിസ്ഥാനിൽ സൈനിക താവളത്തെ ലക്ഷ്യമാക്കി നടന്ന ചാവേർ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 3 പേർ കുട്ടികളാണ്. 25 പേർക്ക് പരിക്കേറ്റു. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ബെന്നുവിലുള്ള സൈനിക താവളത്തിന് നേർക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച 2 കാറുകൾ ഭീകരവാദികൾ ഓടിച്ചു കയറ്റിയാണ് ചാവേർ ആക്രമണം നടത്തിയത്. താലിബാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജെയ്ഷ് അൽ ഫുർസാന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ നിയമവിരുദ്ധമായ പ്രതിഷേധങ്ങൾ അനുവദിച്ചാൽ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സഹായം നിർത്തലാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രതിഷേധിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾ തടവ് ശിക്ഷയോ നാടുകടത്തലോ നേരിടേണ്ടി വരുമെന്നും സ്വദേശികളായ വിദ്യാർത്ഥികളെ എന്നേക്കുമായി പുറത്താക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള വാഗ്വാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി ശാശ്വതമായ സമാധാനത്തിന് ട്രംപിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുമായി കരാറിനെ ആഗ്രഹിക്കുന്നുവെന്നും ധാതു ഖനന കരാർ ഏതു സമയത്തും ഒപ്പിടാൻ തയ്യാറാണെന്നും സെലൻസ്കി എക്സിൽ കുറിച്ചു. യുക്രൈനുള്ള സൈനിക സാമ്പത്തിക സഹായങ്ങൾ US നിർത്തിവെച്ചതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ മാപ്പുപറച്ചിൽ. രഞ്ജി ട്രോഫി ടൂർണമെന്റിൽ റണ്ണറപ്പായ കേരള ക്രിക്കറ്റ് ടീമിനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 1.5 കോടി രൂപ പാരിതോഷികമായി നൽകും. ടൂർണമെന്റിന്റെ ചരിത്രത്തിലാദ്യമായി ഫൈനലിലെത്തിയ ടീമിനെ ആദരിക്കുന്നതിനായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ചടങ്ങിലാണ് KCA പാരിതോഷികം പ്രഖ്യാപിച്ചത്. ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ 4 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ ഫൈനലിലെത്തി. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 73 റൺസ് എടുത്ത സ്റ്റീവ് സ്മിത്തിന്റെ കരുത്തിൽ 264 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 83 റൺസ് എടുത്ത വിരാട് കോഹ്ലിയുടെ മികവിൽ വിജയലക്ഷ്യത്തിലെത്തി. ഇന്ന് നടക്കുന്ന ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക 2ാം സെമി ഫൈനൽ വിജയികളെ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നേരിടും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.